നർമ്മത്തിൽ ചാലിച്ച കുടുംബ സദസ്സുകൾക്ക് സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഹ്യൂമർ സെൻസിലേക്കുള്ള ഒരു ഗംഭീര മൂവിയാണ് രവീന്ദ്ര നീ എവിടെ. വലിയ അവകാശമൊന്നും ഞങ്ങൾക്ക് ഇല്ല കേട്ടോ, ഭയങ്കര വലിയ സിനിമയൊന്നുമില്ല, ഒരു കൊച്ചു ചിത്രമാണ്. പക്ഷെ നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും സാധിക്കുന്ന ഒരു സിനിമയാണ് രവീന്ദ്ര നീ എവിടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഔപചാരികമായി തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ്. 2 പാട്ടുകൾ ഇന്നിവിടെ ഓഡിയോ ലോഞ്ചിലൂടെ തന്നെ നിങ്ങൾക്ക് മുൻപിലേക്ക് പ്രസന്റ് ചെയ്യപ്പെടുകയാണ്. ഒപ്പം നേരത്തെ തന്നെ ഇവിടെ ഒരുപാട് പേരൊക്കെ ധ്യാനമൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും വട്ടം കൂടുന്ന സമയത്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലൊക്കെ ഇതിന്റെ ഇന്റർവ്യൂസ് ഒരുപാട് വൈറലായിട്ടുണ്ട്. എയറിൽ നിന്നിരുന്ന പലരും ഇപ്പോ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു, താഴെ എത്തിയിരിക്കുന്നു. ഷീലിമാമൊക്കെ നമ്മുടെ എന്താ പറയാ കേരളത്തിന്റെ ഇന്ത്യയുടെ പുറത്തുള്ളവരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തി നിൽക്കുന്നു. അതായത് അത്രമേൽ ഈ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിന്റെ മാർക്കറ്റിങ്ങിന് അത് വലിയ ഗുണം ചെയ്തിരിക്കുന്നു. ഇപ്പോ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് വേണം പറയാനായി. അപ്പോ അങ്ങനെ ഒരു സിനിമ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മുടെ ഇന്റർവ്യൂസ് കൊണ്ട് എത്തിച്ചത് നിങ്ങളാണ്. ഓരോ മീഡിയക്കും, ഓരോ ഓൺലൈൻ മീഡിയാസിനും ബാക്കി എല്ലാവർക്കും അതിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ലാംപ് ലൈറ്റനിങ് ആണ്. അതിനായിട്ട് ഈ വേദിയിലേക്ക് നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ഒപ്പം തന്നെ നമ്മുടെ ആക്ടേഴ്സിനെയും ബാക്കി എല്ലാ പ്രധാനപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചിത്രത്തിന്റെ നായകനായിട്ടുള്ള ശ്രീ അനൂപ് മേനോൻ. അനൂപേട്ട പ്ലീസ് കം ഫോർവേഡ്. നല്ലൊരു കൈയടി കൊടുക്കാൻ നമുക്ക്. ഒപ്പം തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മേജർ രവി സാർ. സർ പ്ലീസ് കം ഫോർവേഡ്. ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ഫാൻസ് ആണത്. ആൻഡ് നെക്സ്റ്റ് അസീസ് പ്ലീസ്. സെന്തിൽ പ്ലീസ് കം ഫോർവേഡ്. ഒപ്പം വേറെ ബഹുമാനത്തോടെ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. ഏറെ ബഹുമാനപ്പെട്ടവരാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ശക്തമാക്കാൻ കയ്യടി പ്ലീസ്. താങ്ക് യു സോ മച്ച്. ഒപ്പം ഈ വേദിയിലേക്ക് ഇനി സ്വാഗതം ചെയ്യുന്നു ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള മിസ്റ്റർ മനോജ് പാലോടൻ. ഒപ്പം തന്നെ നമ്മുടെ DOP മഹാദേവൻ തമ്പി. സെബി എബ്രഹാം സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സെബി എബ്രഹാം ആൻഡ് അഭിലാഷ് പിള്ളൈ. ഒപ്പം അരുൺ ഗോവി പ്ലീസ് കം ഫോർവേഡ്. അഭിലാഷ് പിള്ളൈ ആൻഡ് അരുൺ ഗോപി. സജിൻ ചെറുകി. നമ്മളുടെ പ്രിയപ്പെട്ട ബിബിൻ ജോർജ്. KB നിസ അവരെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ്. ഓക്കെ, അപ്പോ നമ്മുടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയോ ലോഞ്ച് ഇവിടെ നടക്കാനായിട്ട് പോകുന്ന സമയമാണ്. അപ്പൊ അതിനായി ആദ്യത്തെ തിരികെത്തിക്കുന്നതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു അനുപേട്ട അനൂപ് മേനോൻ ആൻഡ് മേജർ രവി സാർ. രണ്ടുപേർ ചേർന്നിട്ട് പ്ലീസ്. അടുത്തത് നല്ലൊരു കയ്യടി നോക്ക് പ്ലീസ്. ഔപചാരികമായി തന്നെ നമ്മളിവിടെ ലാംപ് ലൈറ്റിൽ നടക്കുന്ന ഒരു സമയമാണ്. രവീന്ദ്ര നീ എവിടെയാ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നു. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന് സാക്ഷിയാവുകയാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് എബ്രഹാം മാത്യു സാർ ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ. ഓക്കെ, എബ്രഹാം മാത്യു സാർ. ഈ ഞങ്ങളുടെ ഫോർമാലിറ്റിയിൽ അങ്ങനെയാണ്. നെക്സ്റ്റ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. ലിസ്റ്റിൻ സ്റ്റീഫൻ ആൻഡ് സിയാദ് കോക്കർ. നെക്സ്റ്റ് അസീസ് സെന്തിൽ. ബിബിൻ ജോർജ്. ബിബിൻ പ്ലീസ്. അടുത്തായി അഭിലാഷ് പിള്ളൈ ആൻഡ് അരുൺ ഗോപി.
നെക്സ്റ്റ് സജിൻ ചെറുകയിൽ ആൻഡ് നിസ, രണ്ടുപേരും ചേർന്നിട്ട് പ്ലീസ്. സജിൻ ബ്രോ, നിസ നിസ. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നൌഷാദ് ആലത്തൂർ, ഔസഫ് ഹുസൈൻ വാളക്കുഴി, രമേശ് ആൻഡ് ഖാദർ ഹസൻ. 4 പേരെയും പ്ലീസ് പ്ലീസ് വരൂ. നമ്മളുടെ ഈ ഒരു ചടങ്ങിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ പ്രസൻസ് ഒപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു തിരി കത്തിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 4 പേര് പ്ലീസ് കം ഫോർവേഡ് പ്ലീസ്. സാർ തിരികെത്തിക്കാം സാർ പ്ലീസ്. സാർ പ്ലീസ് പ്ലീസ്. രമേശേട്ടാ പ്ലീസ് ജോയിൻ ചെയ്യൂ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് മനോജ് പാലോടൻ, മഹാദേവൻ തമ്പി ആൻഡ് ഷീലു എബ്രഹാം പ്ലീസ്. മനോജ് ഓക്കെ. ഓക്കെ, സിബി എബ്രഹാം സർ പ്ലീസ്. Amir, please come forward. Amir Cochin, our executive producer, Amir Cochin. ഓക്കെ, നമ്മുടെ ഔപചാരികമായി തന്നെ നമ്മളിങ്ങനെ തിരികൊളുത്തിക്കൊണ്ട് നമ്മുടെ ഓഡിയോ ലോഞ്ച് ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പ്ലീസ് ബി സീറ്റഡ് പ്ലീസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവരും, ഇതിൽ ആക്ടേഴ്സ് എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പാലോടൻ. 1-2 കാര്യങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. സംസാരിക്കാനുള്ളൊരു വേദിയാണ് എന്നുള്ളത് കൊണ്ടാണ് അതിലേക്ക് ഞാൻ പോകുന്നത്. ഏകദേശം ഒരു 3 വർഷം മുമ്പ് ഒരു ഫാമിലി ഹ്യൂമറായിട്ടുള്ളൊരു സബ്ജക്റ്റ് ചെയ്യാമെന്ന് മനസ്സിൽ ആഗ്രഹം വരികയും കൃഷ്ണ പൂജപ്പുര ചേട്ടനോട് ഇങ്ങനെ ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഫസ്റ്റ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് അനൂപേട്ടനോടാണ് ഈ സബ്ജക്റ്റ് ഞാൻ പിന്നീട് പറയുന്നത്. ഏകദേശം ഒരു 3 ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് അനൂപേട്ടനോട് പറയുന്നത്. അനൂപേട്ടൻ ഇഷ്ടപ്പെട്ടു, അത് പോസിറ്റീവായിട്ടാണ് അനൂപേട്ടൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് എബ്രഹാം മാത്യു സാറിലേക്ക് അനൂപേട്ടൻ വഴി എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് 2 സിനിമ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സാറ് പറഞ്ഞു അതിൻ്റെ ഒപ്പം ഇതേപോലൊരു സിനിമയും കൂടി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറച്ച് വലിയ പ്രോജക്റ്റുകളാണ് 2 പക്ഷേ ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിനക്ക് വേണ്ടി ഞാൻ ഈ സിനിമ ചെയ്യാം എന്നാണ് അന്ന് എബ്രഹാം മാത്യു സാർ എന്നോട് പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇത്രയും സമയം കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, ഈ ടീസർ പുറത്തു പോയി, പോസിറ്റീവ് റെസ്പോൺസാണ്. അനുഭവത്തിനൊപ്പം നിന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ ശങ്കർ മഹാദേവൻ സാറ് പാടിയ പാട്ടാണ് ഇന്നിപ്പോൾ 6 മണിക്ക് നമ്മൾ പുറത്ത് വിട്ടിട്ടുണ്ട്. അതാണ് ഇന്നിവിടെ നമ്മൾ സ്വിച്ച് ഓഫ് നിർവഹിക്കുന്നത്. ഒപ്പം നമ്മുടെ ഹരിഹരൻ സാറിൻ്റെ ഇപ്പം പിന്നെ ശങ്കർ മഹാദേവൻ സാറിൻ്റെ പാട്ടിൽ തന്നെ ശിവമണി നമ്മോടൊപ്പം സാറിനോട് ഈ പാട്ടിനോടൊപ്പം ചേരുന്നുണ്ട്. അതും ഇതൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ചില സ്വപ്നങ്ങളിലേക്ക് ഈ സിനിമ കൊണ്ടുപോയി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെയുള്ള ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളിലേക്ക് എത്തുമ്പോൾ ഇതൊരു വളരെ ചെറിയ സിനിമയാണ്. നമ്മുടെ ഇന്റർവ്യൂസ് നിങ്ങൾക്ക് കണ്ട് ഏറ്റവും കൂടുതൽ ഹിറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ്. അത് കണ്ടു നോക്കിയാൽ അറിയാം, നമ്മൾ ഒരാൾ പോലും ഈ സിനിമ ഭയങ്കര സംഭവമാണെന്നോ ഇത് നമ്മൾ ഒരുപാട് കാൽക്കുലേഷൻ ചെയ്ത് ഒരുപാട് വർക്കൗട്ടാക്കി എടുത്ത സിനിമയാണെന്നൊന്ന് ഒരു ആർട്ടിസ്റ്റ് ഒരു ടെക്നീഷ്യന്മാരും പറഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വിധി എഴുതേണ്ടത് ജനങ്ങളാണ്.
തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങളാണ് വിധി എഴുതേണ്ടത് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഉത്തരം പറയേണ്ടത് 18-ാം തീയതി തിയേറ്ററിൽ എത്തുമ്പോൾ ജനങ്ങൾ ഓരോരുത്തരുമാണ്, അവർക്കത് വിട്ടുകൊടുക്കുകയാണ്. നമുക്കൊരു ഈ ഇന്റർവ്യൂവിൽ ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഈ പടത്തിന്. അത് സത്യം തന്നെയാണ്. ബാക്കിയെല്ലാം ജനങ്ങളാണ് പറയേണ്ടത്. 18-ാം തീയതി നമുക്ക് ഇതേപോലെ എനിക്ക് ഈ നിമിഷം ഓർക്കേണ്ടതും പറയേണ്ടതും ടെക്നീഷ്യന്മാരാണ്. ഇതിൽ വരുന്ന ഓരോ ടെക്നീഷ്യന്മാരും കൃഷ്ണപൂജപ്പുര മുതൽ പ്രകാശ് ഉള്ളേരി, നമ്മുടെ മഹാദേവൻ തമ്പി, അതേപോലെ എഡിറ്റർ സിയാൻ ശ്രീകാന്ത്, അരുൺ മനോഹർ തുടങ്ങി ഒത്തിരി ടെക്നീഷ്യന്മാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇതിൻ്റെ ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ എന്നോടൊപ്പം നിന്നു എന്നുള്ളത് ഞാൻ പേര് പറയാൻ വിട്ടുകൊണ്ടാണ് ക്ഷമിക്കുക. നിന്നു എന്നുള്ളത് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ഒപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ തന്നൊരു സപ്പോർട്ട്, അത് ഞാൻ എന്നും, കാരണം ഇത്തരൊരു ചെറിയ പടത്തിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പുറത്ത് പബ്ലിസിറ്റി ചെയ്യാനും അല്ലെങ്കിൽ ഒരുപാട് ഫ്ലെക്സ് വയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് നമുക്ക് വരും ദിവസങ്ങളിലാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ ചെയ്തൊരിത് ജനങ്ങളും ഒപ്പം സോഷ്യൽ മീഡിയയും നിങ്ങൾ ഓരോ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതാണ്. തുടർന്നും നിങ്ങളത് തന്നുകൊണ്ടേയിരിക്കുക. അതാണ് ഈ അവസരത്തിൽ എനിക്ക് ടോട്ടലി എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് തുടർന്ന് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഓഡിയോ ലഞ്ചിലേക്ക് കടക്കാം. താങ്ക് യു വെരി മച്ച്. ഒരു കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് ഈ സന്തോഷങ്ങൾക്കൊപ്പം തന്നെ ഒരു ചെറിയ സന്തോഷം കൂടിയുണ്ട്. ഇതിനകത്ത് എൻ്റെ മകൾ ഇതൽ മനോജ് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരുപാട് സന്തോഷങ്ങൾക്കൊപ്പം എനിക്ക് അതും ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. താങ്ക് യു ശ്രീ മനോജ് പാലോട്. സംവിധായകനാണ് നമ്മുടെ രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ്. ഇനി വളരെയധികം സന്തോഷം. എബ്രാഞ്ചാലിന്റെ അല്ലെങ്കിൽ ഷീലു എബ്രാഹിമിന്റെ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. സിനിമകളുടെ വലിപ്പച്ചെറുപ്പം തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്, ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, എബ്രാഞ്ചാലിനും ഷീലു എബ്രാവും നീലൊക്കെ കറുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ഇന്ന് എബ്രാഞ്ചാലിന്റെ ബർത്ത്ഡേ ആണ്. അവരത് ഒരു കരിദിനമായിട്ടാണത് പുള്ളി മാത്രമല്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് 13-ാം തീയതി പൊതുവെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഈ ഹോട്ടലുകളിലെ റൂമൊക്കെ ആണെങ്കിലും കുറച്ച് നോക്കിയത് എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ട് പൊതുവെ ഡിമാൻഡ് കുറവാണ്. പുള്ളിക്ക് മാത്രമേ അതുകൊണ്ട് ഡിമാൻഡ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് അതൊരു വളരെ നല്ല കാര്യം. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിന്റെ ഡേറ്റ് എന്ത് 12-ാം തീയതി വെക്കണോ 13-ാം തീയതി വെക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് അറിയാവുന്നതാണ്. അപ്പം ധ്യാനിന്റെ ഒരു ഡേറ്റ് ഉണ്ട്. ധ്യാനിന് ഒരു തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുകയാണെങ്കിൽ പെർ ഡേ 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു കാര്യമുള്ളത് കൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് സഹകരിച്ചു കൊടുത്താണ്. അപ്പൊ അതുകൊണ്ടിട്ട് വീണ്ടും 13-ാം തീയതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പം എബ്രാഞ്ചാലിന് 12-ാം തീയതി തന്നെ വെക്കാൻ വേണ്ടിയിട്ടിരുന്നപ്പം എബ്രാഞ്ചാലിന് അത്യാവശ്യമായിട്ട് ബോംബെക്ക് പോകേണ്ട വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും റിക്രൂട്ട്മെന്റിന്റെ ഒരു വലിയ ബിസിനസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അതല്ല, അപ്പൊ അവിടെ നിന്ന് മകളെ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ പുതിയതായിട്ട് കയറിയ താമസത്തിന് വേണ്ടിയിട്ട് കയറിയ ഫ്ലാറ്റിൽ ഒരു എലി കയറിയിട്ടുണ്ട്. അത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ടിട്ട് പുള്ളി ഈ എലിപ്പെട്ടിയായിട്ട് ഇവിടുന്ന് അവിടെ പോയിട്ട് എലിനെ പിടിച്ചിട്ട് നെക്സ്റ്റ് ഡേയിലേക്കാണ് ഈ ഓഡിയോ റിലീസ് മാറ്റി വെച്ചേക്കുന്നത്. അത് ഞാൻ ശരിയില്ല തന്നെ 13-ാം ആദ്യം വെച്ച് പിന്നെ 12 ആക്കി വീണ്ടും 13 ആക്കി. അപ്പം എനിവേ ഇതൊരു ചെറിയൊരു നർമ്മത്തിന്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. എനിവേ വളരെയധികം സന്തോഷം. അനുവേട്ടൻ നായകനാകുന്ന ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് ഇട്ടിരിക്കുന്നത്. ഈ സിനിമ ഒന്നല്ല 2 പ്രാവശ്യം ഞാൻ കണ്ടതാണ്. അതിനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. ധ്യാനിന്റെ കൂടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഒപ്പം ഇരുന്ന് കാണാനായിട്ട്. അപ്പൊ എബ്രാഞ്ചാലിന് വളരെ നിർബന്ധമായിരുന്നു. കാരണം ഈ ഇന്റർവ്യൂവിലെല്ലാം വരുമ്പോൾ ധ്യാൻ സിനിമ കണ്ടിട്ട് വേണം അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട്. സാധാരണ എനിക്കൊന്നും ഒരു സിനിമകളും ധ്യാൻ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ധ്യാൻ കണ്ടിട്ടാണ് ഇതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷം. താങ്ക് യു. Congratulate the entire team of this beautiful Malayalam film called Ravindra Ni Evide. The film director is Manoj Paluda. The actors are Anup Menon, Dhyan Srinivasan, Siddiq, Sheelu Abraham. The music has been done by my dear friend with whom I am associated for more than 25 years, Prakash Ulliyeri. And I am so happy that I got a chance to sing a beautiful song
in this film. I wish that this film does extremely well. The beautiful music by Prakash gets appreciated, and all of you pour in your love and affection for this wonderful film, Ravindra Niyevade. ഇനി രണ്ടാമത്തെ പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പാട്ട് ഇവിടെ ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് നമ്മളുടെ ഇവിടെ എത്തിച്ചേർന്ന ബാക്കി എല്ലാവരും നമ്മുടെ ഫാമിലി ആക്ടേഴ്സ് ആണ്. പക്ഷേ സ്പെഷ്യൽ ഗസ്റ്റ് സെലിബ്രിറ്റി ആക്ടർ എന്ന് പറഞ്ഞാൽ ബിബിൻ ജോർജ് ആണ്. ബിബിൻ, പ്ലീസ് കം ഫോർവേഡ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം ബിബിൻ ജോർജിനെ. ആദ്യം 2 വാക്ക് സംസാരിക്കാം. 4 പ്ലീസ്. നിങ്ങൾ തന്നെ മുഴുവൻ അക്ഷരം തീർക്കണമെന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ്, അഭിമാനത്തോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ബാഡ് ബോയ്സ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ ഇന്നുവരെയുള്ള സൗഹൃദമാണ് ഷീലൂസായിട്ട്. എൻ്റെ ഒരു സ്വന്തം ചേച്ചിയെ പോലെയാണ്. മാത്യു സാറും അതുപോലെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞിട്ടാണ് അവിടെ വിളിച്ച് വന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാവിധ ആശംസകളും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞോട്ടെ. ഈ പടത്തിൻ്റെ ഒപ്പം തന്നെ ഞാനും വിഷ്ണുവും അഭിനയിച്ച അപൂർവപുത്രന്മാരും റിലീസുണ്ട്. അപ്പോൾ ആ പടവും നിങ്ങൾ കാണണം. ഇത് 2 ജോണറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സിനിമയും പടം വിജയിക്കട്ടെ. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ ഒരു പാട്ട് ഇനി വരാൻ പോകുന്ന സോങ് ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ഹരിഹരൻ സാറാണ്. അപ്പോ ആ പാട്ടിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം, പ്ലീസ്. ബ്യൂട്ടിഫുൾ സോങ് ഞാൻ പാടിയിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പ്രകാശ് ഉള്ളേരിക്ക്. വെരി വെരി ടാലന്റഡ് musician, composer, like a brother to me, and wonderful song he has done. And in the movie പേര് Ravindra Niyevade അത് പേര്. And ഇതിലെ മനോജ് പാലോഡൻ is the director of the movie. Anup Menon, Dhyan Srinivasan, Siddiqui and Sheelu Abraham are in the lead roles. It's a great movie, and the music once again is by Prakash Ulleni. താങ്ക് യു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സോങ് ഒരു പകലിൻ എന്ന് തുടങ്ങുന്ന സോങ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. കവിത മലപുടിയിൽ വിടരമുരുകിയാതോ മഞ്ഞ. ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ മീഡിയ പ്രവർത്തകർ ഇത് ഔട്ടാക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഔപചാരികമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ അതുണ്ടാവും. അതിനുശേഷം മാത്രമായിരിക്കണം ഇതൊന്ന് പുറത്തേക്ക് വിടണേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന്റെ സമയമാണ്. അതിനായി ഏറെ സ്നേഹത്തോടെ മലയാളികൾക്ക് ഓർക്കാൻ ഒരുപാട് ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള നിർമ്മാതാവായിട്ടുള്ള സിയാദ് കോക്കർ സാറിനെ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടികളോട് സ്വാഗതം ചെയ്യാം സിയാദ് കോക്കർ. ഒപ്പം തന്നെ നമുക്ക് നല്ല സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള തിരക്കഥാകൃത്തും സംവിധായകനുമായിട്ടുള്ള ശ്രീ അരുൺ ഗോപിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ അരുൺ ഗോപി. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. ഞങ്ങളുടെയൊക്കെ ഒരു നല്ല സുഹൃത്ത് ബന്ധത്തിലുള്ള ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. വലിപ്പം ചെറുപ്പമൊന്നും എന്നെ ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ സിനിമയിലില്ല. ഈ സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ. അനുപമേനാണെങ്കിലും ധ്യാനാണെങ്കിലും ഇവരൊക്കെ പടങ്ങൾ ഓടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ഡെഫിനറ്റായിട്ട് ഇതൊരു നല്ല റണ്ണിലേക്ക് വരും, നല്ലൊരു സക്സസ്സിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷമുണ്ട് അനുപേട്ടൻ നായകനാവുന്ന സിനിമ, ഷീലി ചേച്ചിയുടെ പോലുള്ള സിനിമ
ഇബ്രാഹിം ചേട്ടൻ ഞങ്ങൾ ആക്ച്വലി അയൽക്കാരാണ്. ഞങ്ങൾ അടുത്തടുത്ത വീട്ടിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവരവിടെ കാണുന്നില്ല, എനിക്കൊന്ന് ആ വീട് വിറ്റെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റാറില്ല. പിന്നെ മനോജ് വളരെ അടുത്ത സുഹൃത്താണ്. മനോജിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരാളാണ്. മനോജിന്റെ സിനിമ ഏറ്റവും രസകരമായ സിനിമ തന്നെയായിരിക്കും. ഞാൻ കണ്ടു, വിഷ്വൽസ് ഒക്കെ ഭയങ്കര നന്നായി കണ്ട്. അദ്ദേഹം ക്ലബിക്കും അതിൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടുത്തെ ഏറ്റവും മലയാള സിനിമയുടെ ഹോട്ട് കേക്ക് ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹവും ഈ സിനിമയുടെ ഒരു വൈറ്റൽ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും സക്സസ്ഫുൾ സിനിമയായി, ഒത്തിരി നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മനോജിൻ്റെയും കരിയറിൽ ഏറ്റവും നല്ല സിനിമകൾ നന്നായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. നമ്മുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ആക്ടേഴ്സിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഹീറോ, നമ്മുടെ രവീന്ദ്രൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനൂപ് മേനോൻ സർ, പ്ലീസ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സ്പീച്ച് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കഥകളൊക്കെ ഇന്നും നമുക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പ്ലീസ്. നിങ്ങൾ പിടിച്ച് നിർത്തേണ്ടി വരും. അത് കൂടി ഇതൊരു ഓഡിയോന്റെ ആദ്യത്തെ ഓഡിയോ ലോഞ്ചാന്ന് തോന്നുന്നത്. സത്യം. കാരണം ഇതിന് മുന്നേയുള്ള ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള പ്രൊഡ്യൂസർ തന്നെ ഓഡിയോ ലോഞ്ചിലൊന്നും വിളിച്ചിട്ടില്ല. അത് ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയാണ്. എൻ്റെ പ്രൊഡ്യൂസറുടെ ഇരിപ്പുണ്ട്. പുള്ളി നേരത്തെ പറഞ്ഞു എൻ്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രസ് മീറ്റിനെ വിളിച്ചു വരുന്നത് അളിയൻ. കാരണം ഇതേ വേദിയിലിരുന്ന് അളിയനൊരു പ്രശ്നത്തിന് തിരികൊടുത്തു. അതെങ്ങനെയെങ്കിലും ഒന്ന് ഇതാക്കി എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. കറക്റ്റ്. എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പം 20-ാം തീയതി നടക്കുന്നുണ്ട്. അതിനെന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പൊ നാട്ടിലല്ലേ. അപ്പോ എന്തായാലും അനൂപേട്ടന് തുടങ്ങാം. കാരണം അനൂപേട്ടനുമായിട്ട് എൻ്റെ സിനിമയിലെ എൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചെന്ന അനൂപേട്ടനിൽ നിന്ന് തുടങ്ങണം. കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ, ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മാമന്റെ കൂടെ 916 എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപേട്ടനാണ്. അന്ന് അനൂപേട്ടൻ എനിക്ക് വന്ന ഏറ്റവും തിരക്കുള്ള സമയം. കാരണം അനൂപേട്ടൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബിസിനസ് പ്ലസ് ഫുൾ ബിസിനസ്. അനൂപേട്ടനാണ് എൻ്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ. കാരണം എൻ്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനൂപേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിനിടയിൽ. കാരണം ഇടക്കിടക്ക് എൻ്റെ കയ്യിൽ നിന്ന് 2-3 പേപ്പർ വാങ്ങിക്കും. ചെരിഞ്ഞ് നിൽക്കടാ, കുനിഞ്ഞ് നിൽക്കടാ എന്ന് പറയും. അങ്ങനെ ഞാൻ കുനിഞ്ഞു നിന്നോടത്ത് എഴുതിയ സ്ക്രിപ്റ്റാണ്. അതിന്റെ പാടുകൾ ആ സിനിമയാണ്. അതിനോട് മറന്നോ? ആ സിനിമയാണ് ട്രിവാൻഡ്രം ലോഡ്ജില്ല, ഡേവിഡ് ആൻഡ് ഗോളിയാത്ത്. അങ്ങനെ അന്ന് അനൂപേട്ടൻ എനിക്ക് തോന്നുന്നു, ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്, കാരണം ലാൽ സാറിനെക്കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ അനൂപ് മേനോനാണ്. സത്യമല്ലേ? സത്യം 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 സത്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? കാരണം അനൂപേട്ടൻ അന്നൊരു പാക്കേജ് ആയിരുന്നു എൻ്റെ അറിവിൽ. കാരണം റൈറ്റിംഗ് പ്ലസ് ലൈക്ക് ബാക്കിലുള്ള ഡയറക്ഷൻ പ്ലസ് അഭിനയം പ്ലസ് സാറ്റലൈറ്റ് ബിസിനസ്,
എല്ലാ അനുവേട്ടനും നോക്കിക്കോളും. കാരണം എനിക്കൊന്ന് ഡേവിഡ് കോളേജിന്റെ കാര്യം അനുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു, അതിന്റെ ഇരട്ടി തുകയ്ക്ക് വിൽക്കുന്നു. അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസ്സിനെ മനസ്സിലാക്കി. കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങൾ ആക്ച്വലി. അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു അനുവേട്ടന്റെ പാത പിന്തുടരുന്നു. കാരണം അപ്പൊ അനുവേട്ടനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ള സമയത്ത് നമ്മൾ ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടടച്ച് വെടിവെക്കുക, അതിലൊരു 1-2 കൊള്ളും. ആ കൊള്ളു കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു 10 സിനിമയും കൂടെ കിട്ടും. അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം. അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് ഞാൻ സത്യമായിട്ട്. രണ്ടാമത്തത് അബാം മൂവീസ്. അബാം അനുവണ്ണോട് ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരുപാട് ഇങ്ങനൊരു അബാമിന്റെ ബാനറിൽ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം. രണ്ടാമത്തെ കാര്യം അബ്രഹാം ചേട്ടനെ പറ്റി പറയണം. കാരണം ഇതേ ബിസിനസ്, ഈ ബിസിനസ് കഴിഞ്ഞ എത്രയോ സിനിമകളായിട്ട് നമ്മള് 2 സിനിമകൾ 13ഓളം സിനിമകളിൽ 13 സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് 2 സിനിമകളും ബിസിനസ് ചെയ്തു. പക്ഷെ അതിൽ ചെറിയ നഷ്ടം വന്നു ചേച്ചി പല ഇന്റർവ്യൂവിലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ്, നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പൊ എബ്രഹാം ചേട്ടൻ. എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പുള്ളിയുടെ പടം വയ്ക്കും. കാരണം 100 സിനിമ പൊട്ടിയാലും അല്ലെങ്കിൽ 150 സിനിമ പൊട്ടിയാലും 151ാമത്തെ സിനിമ അബാം മൂവീസ് ചെയ്യും. അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ, സിനിമയോടുള്ള ഇഷ്ടമാണ്. അല്ലാതെ ലിസ്റ്റിംഗ് സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറല്ല അബാം മൂവീസ്. കാരണം അബാം മൂവീസിന്റെ ബാനറിൽ കഥ കേൾക്കുന്നത് പലപ്പോഴും ഷീല ചേച്ചിയും അബ്രഹാം ചേട്ടനുമാണ്. പക്ഷെ ലിസ്റ്റിംഗ് സ്റ്റീഫന്റെ ബാനറിൽ കഥ കേൾക്കുന്നതും ലിസ്റ്റിംഗ് സ്റ്റീഫൻ അല്ല. അത് ലിസ്റ്റിംഗ് സ്റ്റീഫൻ അല്ല. അതിന്റെ ഒരു സക്സസിന്റെ ഒരു ഇതിന് പോലും ലിസ്റ്റിംഗ് സ്റ്റീഫന് ഒരു ഇതുമില്ല, ഒരു അർഹത എടുക്കാൻ പറ്റില്ല. ലിസ്റ്റിംഗ് സ്റ്റീഫൻ ഈസ് എ മാജിക്. അതാണ് കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് എന്ന് പേരിട്ടിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞ് അവസാനം ഇറങ്ങിയ സിനിമയുടെ 2 കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതല്ല പാഷൻ. പാഷൻ പഠിക്കണമെങ്കിൽ അത് അബാം മൂവീസ് നിന്ന് പഠിക്കണം. എനിക്കൊന്ന് ലിസ്റ്റിംഗ് സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും 2 നമ്മളെ രവീന്ദ്രൻ ഇവിടെ 2 തവണയായിട്ട് നമ്മൾ കാണിച്ചു. എന്തായാലും ഇനി മൂന്നാമത് പറയാനുള്ളത്, ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരോടാണ്. അസീസ് നെടുമൺ, നീ എന്തിവിടെ വന്നു എന്നുള്ളതിന്റെ കാര്യം അവറാച്ചന്റെ എന്താ പടത്തിന്റെ അങ്ങനെ ഒരു പടം മുന്നേ ഇറങ്ങിപ്പോയില്ലേ, അപൂർവ പുത്രന്മാർ, അതുകൂടെ ഒന്ന് കണ്ടേക്കണം. കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റിന് ശേഷം അഭിലാഷ് പോയാ അവകാശിന്റെ ഒരു അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു, അത് നടന്നില്ല. പലരും പല അജണ്ടയോടുകൂടി വന്ന ആൾക്കാരാണ്. എല്ലാവർക്കും അവരവരെ പടം അനൗൺസ് ചെയ്യണം. എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഉണ്ടാക്കാനുള്ള ഇതില്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ജാൻ ശ്രീനിവാസൻ. ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ, രവീന്ദ്ര പ്ലീസ്. ഈ ധ്യാൻ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞ ഒരു സദസ്സിൽ അവരെന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ ഞാൻ സേഫ് ആയതല്ലേ, ഞാനുമെല്ലാം സംസാരിച്ചിട്ടാണ് നീ കയറുന്നതെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ അവസ്ഥ. ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായ സിനിമയുടെ നായകനാവാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ്. ഇവൻ ആ സമയത്ത് ഞാനിത് എവിടെ പറഞ്ഞു തോന്നുന്നു, സാറിന് ഒരു എല്ലാവരും സിനിമയിലുള്ളതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്, മീഡിയയിലും അല്ല എല്ലാ സുഹൃത്തുക്കളും അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ ഏറ്റവും അധികം
വാഷ് ചെയ്യപ്പെടുകയും ഹരാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പാവം വർഗമാണ് അസിസ്റ്റന്റ് ഡയറക്ടർമാരെന്ന് പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് ഒടുക്കുന്ന ആൾക്കാരാണ്. എന്തിനാണെന്ന് അറിഞ്ഞത്, സംവിധായകനാവട്ടെ, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നാവട്ടെ, ഒരു കുഴപ്പം പിടിച്ച ആക്ടർ ഉണ്ടെങ്കിൽ അയാളാവട്ടെ, എല്ലാം. എനിക്ക് എല്ലാവർക്കും, എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടർമാരും ഉള്ള എന്താണ് എന്നെ ഒരു സിമ്പതി എമ്പതി ഒക്കെ വെച്ച് ഞാൻ പറയട്ടെ, ഇതിലെ ഓൾ ടൈം എക്സെപ്ഷൻ ആണ് തയ്യിരിക്കുന്നത്. ഇവൻ അസിസ്റ്റന്റ് ഡയറക്ടറായ സെറ്റിൽ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവന് നായകനാവണ്ട, അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയാൽ മതി. കാരണം ഇവൻ അന്ന് അവിടെ നിന്റെ ഭാഷ നിന്റെ കടമെടുത്ത് പറഞ്ഞ അപരാധിച്ച പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും മലയാള സിനിമാ ചരിത്രത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ വന്ന ശേഷം മാത്രമേ ഇവൻ വരൂ. അത്രേ ഉള്ളൂ. തലേദിവസം ക്ഷീണം ഒരു കാര്യം. പിന്നെ ഇവനാ എനിക്ക് ഓർമ്മ വേങ്ങേരിയോ അവിടെ എവിടെയാണ് നമ്മള്, ഇവൻ അപ്പുറത്ത് എന്താണ് തൊണ്ടയാട് ബൈപ്പാസിൽ കാറിടും ഇവന്റെ പ്രൊഡക്ഷൻ വണ്ടി. എന്നിട്ട് ഇവിടുന്ന് വിളിച്ചു ചോദിക്കും മറ്റോ വന്നോ, ഏത് അനുപമേനോ. അപ്പൊ അവിടുന്ന് ആ വന്നെന്ന് അറിഞ്ഞാൽ വരും. എന്നിട്ട് വന്നിട്ട് അതുവിടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടി. ഇപ്പൊ നമുക്കറിയാം, ഇവന്റെ വിളിയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉച്ച വരെയൊക്കെ ഇവൻ പണിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി കാണിക്കുന്ന ചില ഇതുണ്ട്. അപ്പൊ നമുക്ക് അന്നേ അറിയാം ഇതിവിടെ ഒന്നും നിൽക്കുന്ന ഒരു സാധനമായിരിക്കില്ല. ഇവൻ പടർന്ന് പന്തലിച്ച് ഇപ്പൊ എന്താണെന്ന് ഹോട്ട് കേക്ക് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമെന്ന് നമുക്ക് അന്നേ അറിയാം. കാരണം ഇവൻ ഇതല്ലാതെ വേറെ ഒന്നും ആവാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയായാലും ഇതിനടുത്ത് എനിക്കിട്ട് പണി തരുമെന്നുകൊണ്ടും അതല്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, നിങ്ങളെ പോലെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഞാൻ. ഒരു ആക്ടർ എന്നതിനുപരി ഒരു സ്പേസിലേക്ക് കയറി വരുമ്പോൾ അവിടെ അയാൾ ഉണ്ടാക്കുന്ന എനർജി, അത് ചില്ലറ കാര്യമൊന്നുമല്ല, എളുപ്പമല്ല അത് ഉണ്ടാക്കുന്നത്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്റ്റാർഡം ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഓൺ സ്ക്രീൻ ആവാൻ കുറച്ചുകൂടി മൂത്ത് അവനത് ഓൺ സ്ക്രീനിലേക്ക് എത്തിക്കും വന്നതൊന്നുമില്ല. പക്ഷെ അത് അൺമിസ്റ്റേക്കബിളി ഒരു സ്റ്റാർ ക്വാളിറ്റി ധ്യാനിലുണ്ട്. എനിക്ക് തോന്നുന്നു 4ാമത്തെ സിനിമയാണ് അബാമുമായിട്ട്. അബാം ഷീ ടാക്സി തുടങ്ങി, ഷീ ടാക്സി ചെയ്തു, കനൽ ചെയ്തു, മാരിഡ് ചെയ്തു. ഇതെല്ലാം തന്നെ സാമ്പത്തികമായി നഷ്ടമുണ്ടാക്കാത്ത സിനിമകളാണ്. ഇതും അങ്ങനെ തേങ്ങാപ്പുറത്ത് വീഴുന്ന പോലെ വീഴണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഈ സ്റ്റേജിൽ ഉള്ളത്. ഒപ്പം ഈ സിനിമയെ വളരെ പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് മീഡിയ തന്നെയാണ് വിത്തിൻ ഒരൊറ്റ ആഴ്ച കൊണ്ട് ഈ സിനിമയുടെ പേര് പോലും എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുന്നെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷെ ഈ സിനിമ ഇത്രയധികം വൈറലാക്കാൻ, ഇത്രയധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഈ നിൽക്കുന്ന ക്യാമറ കണ്ണുകൾ ചെറുതായ ഒരു സഹായമല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാധ്യമങ്ങളോട് അകമഴിഞ്ഞ നന്ദി. ഒപ്പം ഈ സിനിമയിലെ ചില ടെക്നീഷ്യൻസിന്, എസ്പെഷ്യലി ഇതിന്റെ സിനിമറ്റോഗ്രാഫി ചെയ്ത മഹാദേവൻ തമ്പി. നമ്മളെപ്പോഴും ഒരു സിനിമ വരുമ്പോൾ എൻ്റെ സംവിധായകനെ, പ്രൊഡ്യൂസറിനോ, നായകനെ വെച്ചിട്ട് നമ്മളെ വിടും. മഹാദേവൻ തമ്പി വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിനിമറ്റോഗ്രാഫറാണ്. അപ്പോൾ അയാളെയും ഈ സിനിമയുടെ വിജയം അല്ലെങ്കിൽ ഈ സിനിമയുടെ വരും വരായികൾ നല്ലൊരു ഉയരത്തിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. CN ശ്രീകാന്ത് എഡിറ്റർ, ഒരു ബഞ്ച് ഓഫ് ടാലന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രയത്നമാണ്. ഇത് എല്ലാ സിനിമയും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള ഇതുള്ള ആൾക്കാരായതുകൊണ്ട് പറയാണ്. മനോജ് ഓഫ് കോഴ്സ്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ അതുപോലെ അസീസ് നെടുമങ്ങാട്, ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത് നീയാണ്. അതെന്താ അങ്ങനത്തെ ഒരു ശരിയടാ, ഇതാണ് നിന്റെ അതേ അഭിപ്രായമല്ലേ? അസീസാണ് ഈ സിനിമയിൽ ഏറ്റവും നന്നായിരിക്കുന്നത്. സോ അസീസ് ഇങ്ങനെ പറഞ്ഞ പോലെ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞ് മറ്റൊരു നല്ല വേഷം. നന്നായിരിക്കട്ടെ എല്ലാവരും. ചെന്തിൽ
മറ്റൊരു പ്രധാന വേഷം അവതരിപ്പിച്ചു. നിസ ഇവിടെയുണ്ട്, ഷീലുവിൻ്റെ അമ്മയെ അവതരിപ്പിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ആൻഡ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ചുമരിൽ ചാരി നിൽക്കുന്ന ഷീലു എബ്രഹാം, കറുത്ത വേഷമിട്ട് സ്വന്തം ഭർത്താവിൻ്റെ ലിസ്റ്റിൽ പറഞ്ഞ പോലെ കരിദിനം ആഘോഷിക്കാൻ നിൽക്കുന്ന ഷീലു എന്തുകൊണ്ടാണ് ഈ ചുമര് മറഞ്ഞ് നിൽക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ മേജർ രവി സർ, പ്ലീസ്. ആദ്യമായിട്ട് ഈ പേര് പെട്ടെന്നായിരുന്നു, ഈ രവീന്ദ്ര നീ എവിടെയാണ്. അപ്പോൾ ഷീലു പോലെ തന്നെ ഈ ഒരു മെസ്സേജ് അയച്ചപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലുണ്ട് തോന്നുന്നു. കാരണം എൻ്റെ പേര് രവീന്ദ്രൻ എന്നാണ്. ഞാൻ മെസ്സേജ് അയച്ചത് ഇങ്ങനെയാണ്, ഞാനെൻ്റെ വീട്ടിലുണ്ടെന്ന്. അവിടെ ഇല്ല ചേട്ടാ, നമ്മുടെ പടത്തിൻ്റെ പേരിട്ടാണ് രവീന്ദ്ര. ഞാൻ തോന്നുന്നു വിശ്വസിക്കുന്നത് എന്നിട്ട് എനിക്ക് തന്നെ ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഐ വാസ് വെരി ഹാപ്പി. ഇവിടെ പലർക്കും അറിയില്ല എൻ്റെ പേര് AK രവീന്ദ്രൻ എന്നുള്ളതാണെന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ദാറ്റ് ആ പേര് തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട്. എനിവേ, ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ഈ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതും. നേരത്തെ അനുഭവം പറഞ്ഞ പോലെ ഇതൊരു പണ്ടോറങ്ങിയ സാധനമാണ്. ഇത് എന്താണെന്നുള്ളത് നമുക്കും അറിയില്ല. എല്ലാ പടങ്ങളിലും 35 പടങ്ങളാണ് ഒരു വർഷത്തിൽ അഭിനയിക്കുന്നത്. എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ 10-12 അവിടെ ഇവിടെയൊക്കെ കാണുന്നുള്ളൂ. ബട്ട് ഹിസ് പ്രസൻസ് ഈസ് എ വെരി വെരി പോസിറ്റീവ്. ഞാൻ ഇവരെ കൊച്ചുനാൾ തൊട്ട് കാണുന്നതാണ്. വീട്ടിൽ വന്നിരുന്നിട്ട് കഞ്ഞി കുടിച്ചുകൊണ്ട് ടിവിയുടെ മുമ്പിൽ ഇരുന്നിരുന്ന ഒരു ധ്യാനം എനിക്കറിയാം മദ്രാസിൽ. അത് കഴിഞ്ഞിട്ട് ഇന്നും ആ അങ്കലവിളി മാറ്റാത്തൊരുത്തരാണ്. ബട്ട് ദെൻ വെൻ ഐ സീ സോഷ്യൽ മീഡിയയിലൊക്കെ ധ്യാൻ്റെ ഒരു പ്രസൻസ് ദാറ്റ് മേക്സ് ലോട്ട് ഓഫ് ലാഫ്റ്റർ ഇൻ യുവർ മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എനിവേ, നീ ഇപ്പം നേരത്തെ അനുഭവം പറഞ്ഞ എപ്പോ എന്നുള്ളതല്ല, യു വിൽ ഗെറ്റ് ദാറ്റ് സ്റ്റാർട്ട്. അതിനെല്ലാവർക്കും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ യു ഗോട്ട് എ ഗുഡ് ഹാർട്ട്, so you will definitely get it. So wait for that. ആ വെയിറ്റിംഗ് അതിന് എന്നാലും നീ എന്നെ കൊണ്ടാക്കി, നീ ആ ഒരു ഇട്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ കറക്കിയത് നീയാണ്. ഒരു ഗ്രനേഡ് കൊണ്ട് നടക്കുന്ന, ഒരു കൊട്ടയിൽ കൊണ്ട് നടക്കുന്ന ഒരു കാശ്മീരി പെണ്ണും അതിന്റെ പുറകിൽ തോക്കെടുത്ത് നിൽക്കുന്ന ഈ രവീന്ദ്രനെ നീ പിക്ചറൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അത്ര ഏതായാലും നന്നായത്. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് വർക്കിംഗ് വിത്ത് ഓൾ ദിസ്. മനോജ്, ഐ എം വെരി ഹാപ്പി. പടം കണ്ടപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അസീസിൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ നമ്മൾ വിചാരിക്കാത്ത ക്യാരക്ടേഴ്സ് പറഞ്ഞു. ആൻഡ് ഷീ ഫോർ എ ചേഞ്ച് യു ഓൾസോ ഡിഡ് എ വണ്ടർഫുൾ ജോബ്. ഓക്കെ, ഫോർ എ ചേഞ്ച് തെറ്റിദ്ധരിക്കുന്നത്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. ആപ്സ് ഇനിയും സിനിമകൾ നേരത്തെ ഷീല പറഞ്ഞ പോലെ 2 കൂടെ ഹോപ്പുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാവും ഈ ടീം അതിനകത്ത്. എനിവേ, ഐ വിഷ് യു all the best and let it be a big success. Thank you so much. God bless you all. Thank you. Thank you, sir. Thank you so much. നെക്സ്റ്റ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചിത്രം. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ പടം എന്നല്ല, പക്ഷേ ഇതൊരു വലിയ പടം തന്നെയാണ്. കാരണം ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു വലിയ മനുഷ്യനാണ്. ഹാപ്പി ബർത്ത്ഡേ സാറേ. കാരണം ഇപ്പൊ ധ്യാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ധ്യാൻ 2 പ്രാവശ്യത്തെ സിനിമ കണ്ടു. സാധാരണ ധ്യാൻ അപ്പൊ എന്തായാലും ഈ പടത്തില് മനോജ് പാലോടാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മളെ സജി സുരേന്ദ്രന്റെ അസോസിയേറ്റ് ആയിരുന്നു. ഒരുപാട് കാലം കൊണ്ട് അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഇതിനകത്തൊരു നല്ലൊരു വേഷം എനിക്ക് തന്നു. അനുവേട്ടന്റെ സുഹൃത്തായിട്ട് തന്നെ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ധ്യാനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം അവൻ അവിടെ നശിപ്പിച്ചവൻ, ഞാൻ അവനോട് കൂടിയിട്ടില്ല. ഇപ്പൊ ഇതിന്റെ ചെറിയൊരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ അവൻ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താ അത് ഞാൻ അത് പറഞ്ഞില്ലല്ലോ, കണ്ടിട്ടുള്ളവർ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവിധ ഭാവങ്ങളും രവീന്ദ്ര നീ എവിടെ എന്ന സിനിമ. കാരണം ഇപ്പോൾ ഹരിഹരൻ സാറ്, ശങ്കർ മഹാൻ സാർ ഇതൊക്കെ പാടിയ സിനിമയാണ്. നല്ലൊരു മൂവി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അത് ഇത്രയൊന്നും ഇങ്ങനെ ചെയ്തില്ല. ഇഷ്ടപ്പെടുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.
താങ്ക് യു അസീസ്ക. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സെന്തിൽ പ്ലീസ് കം ഫോർവേഡ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. അബാം മൂവീസിൻ്റെ കൂടെ 3ാമത്തെ സിനിമയിലാണ് ഭാഗമാകുന്നത്. അനുപേട്ടൻ്റെ കൂടെ കുറേ സിനിമകളിൽ ഭാഗമാവാൻ പറ്റി. അനുപേട്ടൻ ഇപ്പോൾ നായകനായ പടത്തിൽ കൂടെ ചെയ്യാൻ പറ്റി. അനുപേട്ടൻ സ്ക്രിപ്റ്റ് ചെയ്ത പടത്തിൽ വരാലെന്ന് പറയുന്ന പടത്തിലും എന്നെ ഭാഗമാക്കി. ഇനിയിപ്പോൾ അനുപേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമുണ്ട് ലാലേട്ടനെ വെച്ച്, അതിലും ഭാഗമാക്കും എന്ന് വിചാരിക്കുന്നു. ആക്കില്ലേ? ആക്കരുത്, ആക്കണേ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്കോട് ഈ സിനിമയ്ക്ക് കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനോ കഥ എഴുതുന്നതിനോ ഒന്നും അല്ല ഏറ്റവും കൂടുതൽ സമയം എടുത്തത്. ഇതിന്റെ പേര് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് തോന്നുന്നത്. ഇതിൽ അവസാനം കഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു പേരിൽ തന്നെ എത്തി. മനോഹരമായ പാട്ടുകളാണ്. മഴ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമാ താരം എനിക്ക് തോന്നുന്നു അനുപേട്ടനാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന്റെ പടത്തിലെ മിക്ക പാട്ടുകളും മഴയുമായി ബന്ധപ്പെടുത്തിയുള്ള പാട്ടുകളാണ്. ഇതിലും മനോഹരമായ മഴപ്പാട്ടുണ്ട്. രാമേഘം പോൽ വെൺതാരം പോൽ നീ എന്തേ അകലെ നിൽപ്പൂ. ഇനി എടുത്താൽ എത്തത്തില്ല. അത് കാണാനുള്ള ആളായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. സിനിമ ഒരു വലിയ വിജയമായി തരട്ടെ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഇനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച സജിൻ ചെറുകൈ. സജിൻ ബ്രോ. നമസ്കാരം. അപ്പൊ അതിൻ്റെ കൂടെയുള്ള 2ാമത്തെ സിനിമയാണ്. ആദ്യം ബാഡ് ബോയ്സ് ആണ് ആദ്യം റിലീസാവുന്നത്. പക്ഷെ ധ്യാനത്തിലുണ്ടായിരുന്നു. ഞാനിതിൽ അനൂപേട്ടനായിട്ട് അഭിനയിക്കാൻ പരിചയപ്പെടുക എന്നൊക്കെയുള്ള എക്സൈറ്റ്മെന്റ് ആണ് വന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ആക്ച്വലി എല്ലാ സീനിലും ഞങ്ങൾ തമ്മിൽ ഉണ്ട്, ഒരുമിച്ചുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുമുട്ടാത്ത ചില പ്രശ്നങ്ങൾ ഈ സിനിമയിലുണ്ട്. അതാണ് ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പൊ എന്തായാലും ചെറിയ സിനിമയാണ്, പക്ഷെ ഒരു ഫൺ, അതിന്റെ ആ കഥയിൽ തന്നെ ഒരു ചെറിയൊരു തമാശ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ എന്തായാലും പാട്ട് കണ്ടു, ഞാൻ ഇന്റർവ്യൂ കണ്ടു, ടീസർ കണ്ടു. അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശ്രീമതി NB നിസ. പ്ലീസ് നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ് NB നിസ അവരുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനത്തെ വേദികളിൽ വളരെ കുറച്ച് പ്രത്യക്ഷപ്പെടുകയും വളരെ കുറച്ച് സിനിമ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേസമയം അനുപേട്ടൻ്റെ കൂടെ ഇതിൻ്റെ 3ാമത്തെ സിനിമയാണ്. എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന സിനിമയിലായിരുന്നു ആദ്യം ഞാൻ അഭിനയിച്ചത്. വളരെ ആളുകളെല്ലാം ശ്രദ്ധിച്ച തുളസി എന്നുള്ളൊരു കഥാപാത്രത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം കിങ്ഫിഷ് എന്നുള്ള സിനിമയിലും ഒരു മുഴുനീള ക്യാരക്ടർ അനുപേട്ടൻ എന്നെ വിളിച്ചു. ഈ സിനിമയിൽ മനോജിൻ്റെ സിനിമ, അബാം സാറിൻ്റെ സിനിമ, ഷീലു, എല്ലാവരോടും രവിയേട്ടൻ്റെ കൂടെയാണ്, മേജർ സാറിൻ്റെ കൂടെയാണ് ഇതിൽ കൂടുതൽ എനിക്ക് സീനുള്ളത്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഭംഗിയുള്ളൊരു കുഞ്ഞു സിനിമ എന്നാണ് ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ കണ്ടപ്പോൾ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് ഇത്. എന്തായാലും എല്ലാവരും കാണണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിസ. പിന്നെ ഈ ചിത്രത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ഫ്രെയിമുകൾ, പ്രത്യേകിച്ച് ഒരു പ്രേക്ഷകന് കാണുന്ന സമയത്തൊക്കെ നമ്മളുടെ കണ്ണുകൾ എനിക്കൊരു വേദി കയറി സംസാരിക്കണമെങ്കിൽ എപ്പോഴും ക്യാമറയുടെ പുറകിൽ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. വിളിച്ചപ്പോൾ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. എന്നാലും വേദിയിൽ കയറിയ സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്ന എന്നെ ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ സിനിമോട്ടോഗ്രാഫറാക്കിയ വ്യക്തിയാണ് അനുപേട്ടൻ. അപ്പോൾ അതെനിക്ക് എൻ്റെ കരിയറിലൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. അനുപേട്ടൻ്റെ കൂടെ ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ സിനിമയാണ് സിനിമോട്ടോഗ്രാഫറായിട്ട്. അപ്പം അതിനെനിക്കൊരു അവസരം തന്ന എബ്രഹാം സാറിനും ഷീലു മാമിനും എസ്പെഷ്യലി എൻ്റെ ഡയറക്ടർ മനോജ് ചേട്ടനും ഒത്തിരി താങ്ക്സ്. താങ്ക് യു.
ഇനി നമ്മുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എബ്രഹാം മാത്യു സാർ 2 വാക്ക് സംസാരിക്കാനായിട്ട് വരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പറഞ്ഞു സാർ വരണമെന്ന് സ്റ്റേജിലേക്ക്, അതുകൊണ്ടാണ് വീണ്ടും വിളിക്കുന്നത്. പ്ലീസ് സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയെ പറ്റി ഇതിനകത്തിൽ അഭിനയിച്ച എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അത് കേട്ടും കാണാം. സിനിമയെല്ലാം നല്ലതായിരിക്കട്ടെ. എല്ലാവരും ഇത് കാണുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൂടുതൽ 2-3 ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എയറിലേക്ക് പോയ ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് കോഴ്സുകൾ പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ കഥയൊക്കെ പറയും, മാം തന്നെ പറയും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പൊ അതിനായിട്ട് ഏറെ സ്നേഹത്തോടെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഷീലു എബ്രഹാം, പ്ലീസ്. ഗുഡ് ഈവനിങ്. ഞാനിപ്പോൾ ആക്ച്വലി എയറിൽ നിന്ന് ഇപ്പോൾ താഴെ വന്നേ ഉള്ളൂ. അപ്പം ഇനി അതിനെ പറ്റിയിട്ട് ഇനി സംസാരിച്ച് വീണ്ടും ഇനി ഒരു എയറിലേക്ക് പോകാൻ താല്പര്യമില്ല. കാരണം 4 ദിവസമുള്ള സിനിമ ഇറങ്ങാൻ. അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം. ഇതൊരു കൊച്ചു സിനിമയാണ്. ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല. ഇതിന് മുൻപ് ഇറങ്ങിയ ഒരു സിനിമയെ പറ്റി ഞാൻ വാനോളം പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല. അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻറ്റ് ചെയ്യാനൊന്നുമില്ല. ഒരു കൊച്ചു സിനിമ. അപ്പം നിങ്ങൾ കാണുന്നവർ, കാണാൻ തോന്നുന്നവർ കാണുക. അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. സിനിമ എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ പറയുന്നതുകൊണ്ട് പോയിട്ട് ഒരു സിനിമ കാണണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കാണുക. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. പിന്നെ ഇവിടെ നമ്മളെ ഈ ലോഞ്ചിൽ വന്ന ഒരുപാട് അതിഥികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സിയാദിക്ക, പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട്. ഡയറക്ടർ അരുൺ ഗോപി പോയി, ബിപിൻ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി. ബാക്കി നൗഷദ് ആലത്തൂർ ഇക്ക എല്ലാവരും ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളത് തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ താരമാണ്. ഞാനില്ലാതെ ഞങ്ങൾക്ക് ഒരാഘോഷങ്ങളുമില്ല. ഞാൻ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസിയായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും. സത്യത്തിൽ അതാണ്. എന്നുവെച്ചാൽ ഞാൻ സത്യം പറഞ്ഞ ഒരു ഓൺലൈൻ താരമാണ്. എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിനേക്കാൾ കൂടുതൽ ധ്യാനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ധ്യാൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്താനങ്ങൾ, ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എല്ലാവർക്കും കിട്ടത്തില്ല അങ്ങനെ ഒരു ഭാഗ്യം. ഇപ്പം ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ട് ഓൺലൈനിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാളിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകാറുണ്ട്. പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷെ ധ്യാൻ അങ്ങനെയല്ല. ധ്യാൻ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിൻ്റെ ഹരമാണ്. അപ്പോൾ ധ്യാനം ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് രവീന്ദ്ര നീ എവിടെയൊക്കെയോ എത്തി. അപ്പോൾ അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ നൽകുകയാണ്. കാരണം എത്ര ദൂരത്തു നിന്നാണേലും വിളിച്ചാൽ ധ്യാൻ ഫോൺ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 2 ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ മിസ്ഡ് കോളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത്. പക്ഷേ തിരിച്ചു വിളിക്കും. ഒരു 10 കോളൊക്കെ കണ്ടിട്ട് ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴാണേലും അദ്ദേഹം തിരിച്ചു വിളിക്കും. അതൊരു വലിയ കാര്യമാണ് ആക്ച്വലി. തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 4 സിനിമകളിൽ എനിക്ക് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല രവീന്ദ്രൻ നീ എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മൂവീസ് പിന്നെ ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും, അനുപേട്ടൻ, എല്ലാവരോടും പ്രത്യേകം നന്ദി. അനുപേട്ടനോട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അവിടെ 4 സിനിമകളിൽ അഭിനയിച്ച ആളാണ്. രവിയേട്ട പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എല്ലാവരും കുടുംബത്തിലെ ആൾക്കാരാണ്. എല്ലാവരോടും സെന്തിൽ, അസീസ്, സച്ചിൻ, ബിപിൻ, താങ്ക് യു സോ മച്ച്. ബിപിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ സിനിമയ്ക്കൊപ്പം 18-ാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട്, അപൂർവപുത്രന്മാർ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ ബിപിനെ അതിനെപ്പറ്റി മെൻഷൻ ചെയ്തില്ല തോന്നുന്നല്ലേ ഈ സ്റ്റേജിൽ ചെയ്തിരുന്നു.
അപ്പൊ എൻ്റെ വക ഒരു റിക്വസ്റ്റ്, അപൂർവ പുത്രന്മാരും വൻ വിജയമായി തീരട്ടെ എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും വിജയിക്കണം. അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത്. അതിനകത്ത് ഇന്ന പ്രൊഡ്യൂസറുടെ അല്ലെങ്കിൽ ഇന്ന ആൾ അഭിനയിച്ച സിനിമ മാത്രം വിജയിച്ച പോരാ, ചെറിയ സിനിമയും വിജയിക്കണം, എല്ലാ സിനിമകളും വിജയിക്കണം. അപ്പോൾ ഇൻഡസ്ട്രി വലുതാവട്ടെ. ലിസ്റ്റിനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകൾ ചെയ്യാനുള്ള അവസരം അങ്ങനെയാണ് വന്നിരുന്നത്. ശരിയല്ലേ? അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ. അപ്പം അപൂർവ പുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊപ്പം ഇറങ്ങുന്ന എല്ലാവരും കാണുക. അപ്പം അന്ന് ഇറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസകൾ കേട്ടോ. എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും വിജയിക്കട്ടെ. ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, JSK എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുരേഷേട്ടൻ്റെ സിനിമയുണ്ട്. അപ്പം ഞാൻ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സിനിമ മാത്രം വിജയിക്കണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നില്ല ഒരു നല്ല പ്രവണതയാണ്. ഇപ്പം ഈ ഒരു വേദി ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. ബട്ട് സ്റ്റിൽ മനസ്സിൽ നിന്ന് തന്നെ പറയുന്നു, എല്ലാ സിനിമകളും ഹിറ്റാവട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു മൈ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേര് സംസാരിക്കുമ്പോഴൊക്കെ എന്തോ പറയണം എന്നുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? മറുപടി പ്രസംഗത്തിന് സ്കോപ്പ് ഉണ്ടോ? കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇല്ല അല്ലല്ലോ, ഓണം വേണ്ടേ? പുള്ളി സംസാരിക്കുമ്പോഴല്ലേ ഒരു കാര്യമുള്ളൂ. ഇല്ല വേണ്ട, ശരി. ഇനി ആർക്കെങ്കിലും ഞങ്ങൾക്ക് ആശംസകൾ അറിയിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഖാദർ ഹസൻ. അപ്പം ഒത്തിരി സിനിമകൾ ചെയ്യുന്ന ഒരു മലയാളത്തിൻ്റെ തന്നെ നല്ല ഒരു പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന് ഒരു സൂപ്പർ ഹിറ്റിൻ്റെ ഒരു മണം ആവശ്യമുണ്ട്. ആ ഒരു സൂപ്പർ ഹിറ്റ് ഈ ചിത്രമായി മാറട്ടെ. അത് അദ്ദേഹത്തിൻ്റെ ഒരു തൂവലായി അത് അണിയാൻ അവസരം കിട്ടട്ടെ എന്നുള്ളത് എല്ലാവിധ പ്രാർത്ഥനയോടുകൂടി അദ്ദേഹത്തിന് നന്മകൾ നേരുന്നു. ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ പൂജപ്പര അദ്ദേഹം വന്നില്ല എന്ന് തോന്നുന്നു. നല്ല ഒത്തിരി പരിചയമുള്ള ഒരാളാണ്. സജിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്, എനിക്കറിയാം. സന്തോഷം. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഓൾ ഓഫ് യു. താങ്ക് യു. താങ്ക് യു സാർ. നമുക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഇനി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഔസിപ്പച്ചൻ മോണിക്കുടി സാർ. ഔസിപ്പച്ചൻ സാർ, പ്ലീസ് കം ഫോർവേഡ്. നമസ്കാരം. ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. എബ്രഹാം ലോകയിലുള്ള സമയത്തൊക്കെ എനിക്കറിയാം. വളരെ ഒരു വലിയ ബിസിനസ്മാനാണ് അദ്ദേഹം. സിനിമകൾ എടുക്കുന്നു എന്നുള്ളത് ഒരു പാഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അത് കലയോടുള്ളൊരു താല്പര്യം തന്നെയാണ്. അതുപോലെ ഷീലു ആണെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നു. പണത്തിന് വേണ്ടിയാണെന്നും ഞാൻ കരുതുന്നില്ല. ഇവർക്ക് എന്തിനു പണം? അതും പാഷനല്ല, അതൊരു കലയോടുള്ളൊരു താല്പര്യം തന്നെയാണ്. ഏതായാലും ഈ സിനിമ നല്ല വിവരം വരട്ടെ. പ്രത്യേകിച്ചും ടൈറ്റില് ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു സംഭവമാണ്. ഈ ടൈറ്റിലിൽ എന്തോ ഒരു കഥ ഒളിഞ്ഞു കിടക്കുന്നു. അത് നമുക്കൊക്കെ കാണാനുള്ളൊരു താല്പര്യം കൂട്ടുന്നു. ഏതായാലും നല്ല രീതിയിൽ സിനിമ വരട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ നൗഷാദ് ആലത്തൂർ. പ്ലീസ് സാർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീനിവാസൻ ലിസ്റ്റ്, പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അനൂപ് മേനൻ, അസീസ്, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച 2 സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാൻ പോയിരിക്കുന്നത്. ഒന്ന് കുഞ്ഞിരാമായണം, 2 ഉടൻ. അതിനുശേഷം ഞങ്ങൾ കാണുന്നത് ഈ ഒരു സിനിമയുടെ വേദിയിലാണ്. ആ 2 സിനിമകളും വിജയിച്ച പോലെ ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു റിക്വസ്റ്റാണുള്ളത്. ഷീലു മാഡം പല ഇൻ്റർവ്യൂയിലും പറയുന്നത് കേട്ടു, വളരെ ദയനീയ അവസ്ഥയാണെന്ന്. പള്ളിയിലെ അച്ഛൻ വരെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് കേൾക്കുന്നു.
ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ വല്ല പിരിവോ വല്ലതും ഉണ്ടെങ്കിൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കണമെന്ന് ഷീലുമ വളരെ ദയനീയമായിട്ടാണ് പറഞ്ഞത്. അത് ചുമ്മാ പറയുന്നതാണ്. ഏതായാലും അവരും ആ ഫാമിലിയും ഞാൻ അടുത്തറിയുന്ന ആൾക്കാരാണ്. അവർക്ക് എന്നും നന്മകൾ മാത്രമേ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം ചെയ്യുന്ന ഇതിനു മുമ്പുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഒരു ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ധ്യാൻ്റെ അടുത്ത് പറഞ്ഞു ട്രെയിലർ കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ ധ്യാൻ സിനിമ കണ്ടതാണ്, നല്ല സിനിമയാണെന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ചെറിയ സിനിമകളും പറഞ്ഞ മാതിരി ചെറിയ സിനിമയും വലിയ സിനിമയും എല്ലാ സിനിമകളും വിജയിക്കട്ടെ. ഈ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരെയാണ്. ജസ്റ്റിസ് സ്റ്റീഫൻ 2 വാക്ക് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള അഭ്യർത്ഥനമുണ്ട്. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സാർ. 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് രമേഷ് സാർ പ്ലീസ് കം ഫോർവേഡ്. അബ്രഹാം സാർ, ഹാപ്പി ബർത്ത്ഡേ. ഞാൻ അബ്രഹാം സാറിൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ബിസിനസ്സിലും പല ബിസിനസ്സിലും സാർ ചെയ്യുന്ന പടങ്ങളെല്ലാം ഞാൻ ബിസിനസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തോ സാറിന് സിനിമയോടുള്ള പാഷൻ ഭയങ്കര ഇതാണ്. അപ്പം എല്ലാ സിനിമകളും കഥ കേൾക്കുന്നുണ്ട്, ചില കഥകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം സാറിന് നല്ലൊരു അഭിപ്രായം സിനിമയോടുള്ള ക്രേസ് ഉണ്ട്. എന്തായാലും ഈ പടം സക്സസ് ആവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. നമ്മളുടെ ഔപചാരികമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൽ അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കളും ടെക്നീഷ്യൻസും ഒക്കെ സ്റ്റേജിലേക്ക് ഒന്ന് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് നമുക്ക്. പ്ലീസ് കം ഫോർവേഡ്. ചിരിക്കുവാനും ചിന്തിപ്പിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. ഒപ്പം തന്നെ ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് കൃഷ്ണ പൂജപ്പുര, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഈ നിമിഷത്തിൽ ഇവിടെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ പ്രകാശ് ചുള്ളിയേരി, വരികൾ 2 പാട്ടുകൾക്ക് വരികൾ എഴുതിയിരിക്കുന്ന PK ഹരിനാരായണൻ, ഒപ്പം ഞങ്ങളുടെ ഈ സിനിമയെ വളരെ മനോഹരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന PRO മഞ്ജു ചേച്ചി ഇവിടെ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരേണ്ടതാണ്. ഓക്കെ പ്ലീസ്. മഞ്ജു ഗോപിനാഥ്. നെക്സ്റ്റ്. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദി. ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ രവീന്ദ്ര നീ എവിടെ എന്ന ചിത്രത്തിന്റെ ഇന്റർവ്യൂസ് എല്ലാം വൈറലാണ്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായി ലോകത്തിൽ എവിടെ ഒരു മലയാളി ഉണ്ടോ ആ മലയാളികളെല്ലാം കണ്ട ഒരു ഇന്റർവ്യൂ ആയി മാറി ഈ സിനിമ പല ഭാഗത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കണ്ട് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും അരുൺ മനോഹർ ഒന്ന് സ്റ്റേജിലേക്ക് വരിക കേട്ടോ. അരുൺ മനോഹർ ഒന്ന് ചേർന്ന് നിൽക്കണേ, എല്ലാവരും ചേർന്ന് നിൽക്കണേ. അമിത് പ്ലീസ്. അപ്പൊ ഇതാണ് നമ്മുടെ രവീന്ദ്ര നീ എവിടെയുടെ ടീം. നല്ലൊരു കൈഡി കൊടുക്കുക നമുക്ക്. ജൂലൈ 18-ാം തീയതി എത്താൻ പോകുന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തന്നെ ഈ ചിത്രത്തെ വിജയിപ്പിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ രവീന്ദ്ര നീ എവിടെ ജൂലൈ 18-ാം തീയതി തിയേറ്ററുകളിലേക്ക്.